ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നടൻ മറ്റാരുമല്ല, മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീർ. മലയാള സിനിമയിലെ പ്രണയാതുരനായ നായകൻ എന്നതുപോലെ തന്നെ വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധ നേടാനും പ്രേം നസീറിന് സാധിച്ചു. വടക്കൻ പാട്ടിലെ വീരനായകന്മാരായും ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, മഹാബലി തുടങ്ങിയ ദൈവിക പരിവേഷമുള്ള കഥാപാത്രങ്ങളായും പോലീസ് വേഷങ്ങളിലും നസീർ വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്നു. ഇമേജുകൾ നോക്കാതെ വിട്ടുവീഴ്ചയ്ക്കൊരുങ്ങുന്ന മനോഭാവമായിരുന്നു നസീറിന്റേത്. ഇരുട്ടിന്റെ ആത്മാവിലെ ഭ്രാന്തൻ വേലായുധൻ, അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടി, അടിമകളിലെ പൊട്ടൻ, കള്ളിച്ചെല്ലമ്മയിലെ നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രവുമെല്ലാം ഇതിനുള്ള തെളിവുകളാണ്. കൂടാതെ ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത നായാട്ടിൽ ജയൻ നായകനായപ്പോൾ സഹനടന്റെ വേഷം സ്വമേധയാ സ്വീകരിച്ചതും നസീറിന്റെ വ്യക്തിപ്രഭാവത്തിനുള്ള ഉദാഹരണങ്ങളാണ്. മലയാള സിനിമയുടെ ചരിത്രം അറിയുന്നവർ ഏറെ ആദരവോടെയാണ് നസീറിനെ നോക്കിക്കാണുന്നത്. എന്തെന്നാൽ ഇദ്ദേഹത്തിലൂടെ രക്ഷപ്പെട്ട സംവിധായകരും നിർമ്മാതാക്കളും നടീനടന്മാരും മറ്റ് സാങ്കേതിക പ്രവർത്തകരും നിരവധിയാണ്. സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടുമെല്ലാം താരജാടകൾ ഒട്ടും തന്നെ ഇല്ലാതെയാണ് ഇദ്ദേഹം പെരുമാറിയിരുന്നത്. അതിനാൽ ഏവർക്കും നന്ദിയോടെ മാത്രമേ ഈ കലാകാരനെ സ്മരിക്കാനാവൂ. 25 സിനിമകളിൽ ഡബിൾ റോളിൽ അഭിനയിക്കാൻ കഴിഞ്ഞുവെന്നതും നസീറിന്റെ നേട്ടമാണ്. ഒരുപക്ഷെ ഇതും നസീറിന് മാത്രം ലഭിച്ച ഒരു നേട്ടമായിരിക്കും. കൂടാതെ നിരവധി സിനിമകളിൽ കോമഡി കൈകാര്യം ചെയ്യാനും ഇദ്ദേഹത്തിന് സാധിച്ചു. കഥയെ മുന്നോട്ട് നയിക്കുന്നവനാണ് കഥാനായകൻ. മലയാള സിനിമയിൽ പ്രേം നസീർ യഥാർത്ഥ നായകൻ തന്നെയാണ്. എന്തെന്നാൽ 3 പതിറ്റാണ്ടിലേറെ നടന വൈഭവം കൊണ്ടും വ്യക്തിപ്രഭാവം കൊണ്ടും മുന്നോട്ട് നയിച്ചത് ഇദ്ദേഹമാണ്. എന്തുകൊണ്ടും അനശ്വരമായ നായികജനം. നസീർ സാറിന്റെ ഈ ഒരു വളരെ പ്ലസന്റ് ആയ ക്യാരക്ടേഴ്സാണ് നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സ് അധികം ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അപൂർവമായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നായകനായിട്ടും പൂർണ്ണമായിട്ടും ഒരു ജനപ്രിയ നായകനായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് അഴകുള്ള സെലീനയാണ്, അതിൽ പൂർണ്ണമായിട്ടൊരു വില്ലൻ ക്യാരക്ടറാണ് ചെയ്തത്. അതെ. പിന്നെ നിഴലാട്ടത്തിലും അങ്ങനെ ഒരു നെഗറ്റീവ്. പിന്നെ അത്ര പോസിറ്റീവ് അല്ലാത്ത ക്യാരക്ടേഴ്സ് ചെയ്ത മറ്റു ചില പടങ്ങളുണ്ട്, അശ്വമേധം പോലെയുള്ള ചിത്രങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് അങ്ങനെ കാണാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു ഒരു വില്ലൻ വേഷത്തിൽ. അതുകൊണ്ടായിരിക്കും ഒരുപാട് സിനിമകൾ അങ്ങനെ ചെയ്യാൻ അദ്ദേഹത്തെ അത്രയും ക്യാരക്ടേഴ്സ് ഒരുപാട് അങ്ങനെ വരാതിരുന്നത്. ഇതേപോലെ തന്നെ വേറെ സിനിമകളാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, അനുഭവങ്ങൾ പാളിച്ചകൾ, അതിലെ ക്യാരക്ടറിനെ കുറിച്ച് ഭാഗ്യചേച്ചിക്ക് ഇത്തരം ഭാഗ്യചേച്ചി ഇപ്പോഴത്തെ ഒരു കുറച്ച് നാളായിട്ട് സിനിമ ഫീൽഡിലുള്ള ഒരാളാണ്. അപ്പം ഈ നസീർ സാറിൻ്റെ കാലഘട്ടത്തിലെ സിനിമകൾ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വൈവിധ്യമുള്ള ഒരു ക്യാരക്ടേഴ്സ് കാണുമ്പോൾ ചേച്ചിക്ക് എന്താണ് ഇപ്പോഴത്തെ നടന്മാരെയും ചേച്ചി കാണുന്നതാണ്, ഇപ്പം എന്താണ് അത്തരം വിശകലനം നടത്താൻ എനിക്ക് തോന്നുന്നു ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ലെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ഫീൽഡിലൊക്കെ വരുമ്പോഴത്തേക്കും നസീർ സാർ ഈ പറയുന്ന സിനിമകളെല്ലാം ചെയ്ത് വല്ലാതെ മുകളിൽ നിൽക്കുന്ന ഒരു സമയമാണ്. എനിക്ക് അതിനേക്കാൾ ഉപരി എനിക്ക് നസീർ സാർ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യങ്ങളായിരുന്നു എനിക്ക് കൂടുതലും. കാരണം ഞാനൊരു 10-11 വയസ്സുള്ളപ്പോഴാണ് ഞാൻ സിനിമയിൽ എൻട്രി ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ സിനിമ ജീവിതത്തിലേക്കുള്ളൊരു പ്രധാന പങ്ക് നസീർ സാറിനാണ്. എനിക്ക് വ്യക്തിപരമായ എൻ്റെ ഒരു അനുഭവം. കാരണം എന്നെ ആദ്യമായിട്ട് ഡബ്ബിങ് എന്താണ് എന്ന് പഠിപ്പിച്ചു തന്നത് നസീർ സാറാണ്. അടുത്ത് നിന്ന് ലിപ് മൂവ്മെൻ്റ് എന്താണ് എന്ന് പഠിപ്പിച്ചു തന്നതും ഡബ്ബിങ് എന്താണെന്നൊക്കെ പഠിപ്പിച്ചു തന്നതൊക്കെ അദ്ദേഹമാണ്. അത് കഴിഞ്ഞ് സിനിമ കഴിഞ്ഞ് എൻ്റെ ആദ്യത്തെ റെമ്യൂണറേഷനും അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ടാണ് ഞാൻ വാങ്ങുന്നത്. കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിയാണ് ഞാനത് വാങ്ങിയത്. ആ ബന്ധം എനിക്ക് തോന്നുന്നു അവസാനം വരെ. അപരാധി എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു, TN സുന്ദരം സാർ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. പിന്നീട് ഞാനിങ്ങനെ സിനിമയിൽ കൂടുതൽ ഇങ്ങനെ വരാൻ തുടങ്ങി. ഡബ്ബിങ്ങിൽ കുറച്ച് നല്ല ബിസിയായി തുടങ്ങിയപ്പോൾ എന്നോട് വെച്ച് മിടുക്കിയായല്ലേ, ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്, നല്ല പ്രശസ്തിയൊക്കെ കിട്ടുന്നുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്നെ ഉത്സാഹിപ്പിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഹീറോയിൻ വോയിസ് ചെയ്ത് തുടങ്ങിയപ്പോൾ അവിടെയാണ് പ്രേം നസീർ എന്ന് പറയുന്ന
ഒരു വ്യക്തിയുടെ മഹത്വം ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഹീറോയിൻ വോയിസ് ചെയ്തു തുടങ്ങിയപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ ആയിക്കഴിഞ്ഞ് നസീർ സാർ ചിലപ്പോൾ ചില ഡയലോഗ് പറയുമ്പോൾ ലിപ്പ് തെറ്റിപ്പോവുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഡയലോഗും സ്ക്രിപ്റ്റിലുള്ള ഡയലോഗും എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം ഉണ്ടാവും. അപ്പം സ്ക്രിപ്റ്റിലുള്ളത് നോക്കി നസീർ സാറിന് ഒരു സ്വഭാവം എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് എടുത്ത് ഇങ്ങനെ വെക്കും, വെച്ച് കഴിഞ്ഞാൽ പിന്നെ മാർക്ക് ചെയ്യും. ആ ഗ്യാപ്പ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് നസീർ സാർ ഇതിങ്ങനെ പിടിച്ചിട്ട് ഒരൊറ്റ സ്ട്രെച്ചിന് ഇതങ്ങോട്ട് പോകും. ഞാനിത് കണ്ടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ സാറ് ഡബ് ചെയ്യുമ്പോൾ അന്ന് പല നായകന്മാരും ഇന്നും അതെ അന്നും അതെ പല നായകന്മാരും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയതിനു ശേഷം ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ ഒപ്പം നിന്ന് ഡബ് ചെയ്യാൻ സമ്മതിക്കില്ല. പണ്ട് ലൂപ്പ് സിസ്റ്റം നമ്മൾ ഒരുമിച്ച് നിന്ന് ഡബ് ചെയ്യണം. കമ്പ്യൂട്ടറൈസ്ഡ് ആയതിനു ശേഷം നമ്മൾ തനിയെ ഡബ് ചെയ്യുക, നടൻ തനിയെ വന്ന് ഡബ് ചെയ്യുക എന്നുള്ളൊരു അത് ഇഷ്ടമല്ലായിരുന്നു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനോട് വല്ലാത്തൊരു പുച്ഛം കാണിച്ചിരുന്നൊരു, പക്ഷെ അന്ന് നമ്മളെ ഈക്വലി റെസ്പെക്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു നസീർ സാറ്. കൂടെ നിന്ന് ഡബ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചാടിക്കയറി അയ്യോ കംപ്ലീറ്റ് നോൺസിങ് ആണ് സാറ് പറയുന്നതെന്ന് പറഞ്ഞാൽ അതെയോ എന്താണ് എവിടെയാണ് കുഴപ്പം എന്ന് വളരെ ക്ഷമയോടുകൂടെ. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ എന്തൊരു മണ്ടത്തരമായി കാണിച്ചത് സാർ. പക്ഷെ സാർ അതൊന്നും ഒരിക്കലും ഒരു നെഗറ്റീവ് സെൻസിലും. പിന്നെ ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, മെഡ്രാസിൽ ചെന്നിറങ്ങുന്ന ഏതൊരു വ്യക്തിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ കയറാനുള്ളൊരു വീടാണ് നസീർ സാറിൻ്റെ വീടെന്ന് പറയുന്നത്. നമുക്കൊരു വഴിയുമില്ല, നമുക്ക് അവിടെ ചെന്ന് നമ്മുടെ കയ്യിൽ പൈസയില്ല, അല്ലെങ്കിൽ നമുക്കൊരു നിവർത്തിയില്ലെങ്കിൽ ആ വ്യക്തി ആരാ എന്താണെന്നൊന്നുമില്ല. അവരെ തീർച്ചയായിട്ടും നസീർ സാറ് വേണ്ട രീതിയിൽ ഹെൽപ്പ് ചെയ്തിരിക്കും. ഒന്നുമില്ലെങ്കിൽ അടുത്ത വണ്ടിക്ക് തിരിച്ച് സ്ഥലം വിട്ടോ ഇവിടെ നിൽക്കണ്ടെന്ന് പൈസ കൊടുത്ത് വിടുന്ന അത്തരം കാര്യങ്ങളാണ്. ഒരു നസീർ സാറിൻ്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചോ സിനിമ അഭിനയത്തെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ അർഹയല്ല. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്.